CPIM-ന്റെയും CPI-യുടെയും എല്ലാ ജില്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ വിമർശനങ്ങളായിരുന്നു. അവനവന്റെ കയ്യിലിരിപ്പോണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായെന്നാണ് എല്ലാവരും പറയുന്നത്. അവസാനം ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തലും അങ്ങനെ തന്നെ. അങ്ങനെ വേദനയോടെ അവർ ആ സത്യം മനസ്സിലാക്കി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. CPIM തെറ്റുതിരുത്തി മുന്നോട്ട് പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം 4 വാർഡിനും വിമർശനത്തോട് വിമർശനമായിരുന്നു. പാർട്ടി യോഗങ്ങളിലും പാർട്ടി നേതാക്കളും അകത്തും പുറത്തും ഒക്കെ സർക്കാരിനെയും മുഖ്യമന്ത്രിനെയും കുറ്റം പറയായിരുന്നു. സംസ്ഥാന സമിതിയിൽ വരെ വിമർശനം ഉയർന്നപ്പോഴും മുഖ്യമന്ത്രി കമാന്നൊരക്ഷരം മിണ്ടാൻ പോയില്ല. അവസാനം ചർച്ചിച്ച് അവരൊരു തീരുമാനത്തിലെത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണ. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും വ്യക്തവും സ്പഷ്ടവുമായിട്ട് കേട്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ കാരണം ജനങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണെന്നാണ് ഗോവിന്ദ മാഷ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇനി എല്ലാവരും കൂടി ചോദ്യശരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ മാഷിനെ മുറിവേൽപ്പിക്കരുത് കേട്ടോ. നല്ല ജാഗ്രതയോടെ ഗൗരവപൂർവ്വം ജനങ്ങളെ സമീപിക്കാനും ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ തെറ്റിദ്ധാരണ, അന്ധവിശ്വാസ ജടിലമായ ഒരുപാട് കാര്യങ്ങൾ, തെറ്റായ സമീപനങ്ങൾ, നിലപാടുകൾ, ഇതിനെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നന്നായി തോറ്റു. ജനങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. തെറ്റുകൾ വന്നു. എല്ലാ തെറ്റും ഞങ്ങൾ തിരുത്തിക്കൊണ്ടെന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. പാവം, ഇത്ര എളിമയോടെ സംസാരിക്കണ നേതാക്കൾക്കാണോ ധാർഷ്ട്യാണ്, അഹങ്കാരാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത്? കഷ്ടമുണ്ട് കേട്ടോ. തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ 8ന്റെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. പെൻഷൻ വിതരണം, സപ്ലൈകോയില് സാധനങ്ങൾ ഇല്ലാത്തത്, അങ്ങനെ കാരണങ്ങൾ നിരവധിയാണല്ലോ. അതിലെന്ത് കാര്യം കൊണ്ടാണ് ഇങ്ങനെ ദയനീയ തോൽവി ഉണ്ടായെന്നാണ് മാഷിന് തോന്നുന്നത്? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. BJPയുടെ ജനകീയ വളർച്ച തടയുന്നതിന് ഉതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ മതരാഷ്ട്രവാദത്തിനെതിരായ ശക്തമായ പ്രചരണവും സംഘടിപ്പിക്കാൻ സാധിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമരംഗത്തെ ഇടപെടൽ വളരെ പ്രധാനമാണ്. മനസ്സിലായില്ല. അതായത് റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായ? ഇല്ലല്ലേ? അതാണ് ഞങ്ങളുടെ മാഷ്. നിക്കക്കലില്ലാണ്ട് വരുമ്പോ ഒന്നും നോക്കൂല. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താശരണികളും അങ്ങോട്ട് കാച്ചും. അല്ല പിന്നെ ഗോവിന്ദ മാഷിന്റെ അടുത്ത കളി. അതേ മാഷെ, ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്നാണ് പാർട്ടി കരുതുന്നതെന്നാണ് ചോദിച്ചത്. പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ഈ തിരിച്ചടി പരിഹരിക്കുന്നതിനുള്ള ശക്തമായ നിലപാടുകൾ പാർട്ടി സ്വീകരിക്കുന്നു. ബൂത്ത് തലം വരെയുള്ള പരിപാടികൾ പരിശോധിച്ച് അതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യും. കേന്ദ്ര നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ 4 കേന്ദ്രങ്ങളിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്ന 4 മേഖലാ യോഗങ്ങൾ 2, 3, 4 തീയതികളിൽ നടക്കാൻ പോവുകയാണ്. എന്താണിത്? പാർട്ടി ക്ലാസ്സാ? പക്ഷെ പാർട്ടി ക്ലാസ് കേൾക്കാനല്ല സാധാരണക്കാരി ഇരിക്കണത്. മുടങ്ങി കിടക്കണം ആ പെൻഷൻ കാശെങ്കിൽ എപ്പോ കൊടുക്കുന്നു പറഞ്ഞ വലിയ ഉപകാരം. പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് മതവിശ്വാസികൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന ചോദ്യവും ഉന്നയിക്കേണ്ടായി. ഒരു തടസ്സമില്ല. പെൻഷൻ കാശ് ചോദിക്കുമ്പോ എന്തിനാ ദാസപ്പ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണ കാര്യം പറയണേ? ഏത് വിശ്വാസിക്കും പാർട്ടിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ നിലപാട്. പാലസ്തീൻ പ്രശ്നത്തിലും സദാം ഹുസൈൻ്റെ പ്രശ്നത്തിലുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടപെടുന്നത് കൃത്യമായ സാർവദേശീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് അവരെന്നെ സമ്മതിച്ചു. അപ്പൊ പെൻഷന്റെയും സപ്ലൈകോയില് പരിപ്പും കടലയും വരുന്ന കാര്യം അറിയാൻ ചോദിച്ചപ്പോ പറയുന്നു പലസ്തീൻ, സദ്ദാം ഹുസൈൻ, സാമ്രാജ്യത്വ വിരുദ്ധത. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മാഷിന് ചോദിക്കണ ചോദ്യങ്ങളൊന്നും മനസ്സിലാവാണ്ടായെന്ന് തോന്നുന്നു. ഞങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച നടത്തിയിട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങാനും വർഗീയതയെ പ്രതിരോധിക്കാനും വർഗരാഷ്ട്രീയം, തൊഴിലാളികൾ, കൃഷിക്കാർ, ഇപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കർഷക ജനവിഭാഗങ്ങളുടെ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടങ്ങളെല്ലാം വിവിധ മേഖലയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇലക്ഷനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വർഗസമര പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തി ജനങ്ങൾ അണിനിരത്തി ഈ വർഗീയ കൂട്ടായ്മക്കെതിരായിട്ട് മുന്നോട്ടേക്ക് പോകാനാവണം. ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു, എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത്. മാഷെ ഒന്ന് കൂളാവ്. നമ്മൾ ചോദിക്കണത് എന്തുട്ടാച്ചാല് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തോൽവി ഉണ്ടായോ? ഉണ്ടായി. അതിന്റെ പേരിൽ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വിമർശനം ഉണ്ടായോ?
ഉണ്ടായി. തെറ്റുപറ്റിയെന്ന് സ്വയം ബോധ്യപ്പെട്ടോ? ബോധ്യപ്പെട്ടു. അപ്പൊ എന്ത് കാര്യത്തിലൊക്കെ തെറ്റുപറ്റി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്ന് പരിഹാരം കാണുന്ന ചോദിച്ചത്. അത് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ പറ്റുമോ? മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ BJPയുടെ അപകടം മനസ്സിലായും അതിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് കോൺഗ്രസ് എന്ന് കരുതിപ്പോയ ആളുകളെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നല്ല ജാഗ്രതയായ സഹനപൂർണമായ പ്രവർത്തനം ഈ പരാജയത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്താനാവണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കണ്ടിട്ടുള്ളത്. എല്ലാം അയച്ചോളെ. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. യോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണല്ലോ. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തിരിച്ചടിയായി എന്നാണല്ലോ കണ്ടെത്തല്. അപ്പൊ ഇനിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റുമോ? മുഖ്യമന്ത്രി എന്ത് ശൈലിയാ മാറ്റണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ? ആഹാ, ആ മുഖത്തെ പുച്ഛം കണ്ടോ? അപ്പൊ എന്ത് ശൈലിയാ മാറ്റേണ്ടെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ? നിങ്ങളിപ്പോൾ കുറെ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി രണ്ടാം ഗവൺമെന്റ് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കനലൊരു ധൈര്യം ആവർത്തിക്കണത്. അന്നും പിണറായി ആയിരുന്നല്ലോ. നിങ്ങളിപ്പോഴും കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPIM വഴങ്ങുന്ന പ്രശ്നമില്ല. വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അമ്മാതിരി ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇതാണ് കേട്ടാ, മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യൊന്നും ഇല്ല കേട്ടാ. അതൊക്കെ ഈ പത്രക്കാർ വെറുതെ പറഞ്ഞു വരുത്തിയതാത്രേ. അയാൾക്ക് ചെവിടും കേട്ടിട്ടില്ല. അതൊന്നും ശരിയായ ഏർപ്പാടല്ലേ. ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ അനൗൺസ് ചെയ്യുന്നത്. അമ്മാതിരി കമന്റ് കേട്ടോ കേട്ടോ. നിങ്ങളാളെ വിളിച്ചാൽ അപ്പോൾ നാളത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ് അതായിരിക്കും ഇതേ ശൈലി തുടരും എന്ന് MP ഗോവിന്ദൻ. അത് പറയാൻ വേണ്ടിയിട്ടാണോ? എന്നാ അങ്ങനെ മതി. തോറ്റു തിന്നാൻ പാടിയിട്ടും ധാർഷ്ട്യത്തിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല അല്ലേ? അതെ, ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായത് എന്താണെന്ന് അറിയാൻ ആഴ്ചകളോളം വട്ടം കൂടിയിരുന്ന് യോഗം ചേരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് ചോദിച്ചാൽ മതി. ഓ സോറി, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങി വരാനൊക്കെ സാറുമാർക്ക് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ? നവകേരള സദസ്, കേരളീ, അങ്ങനെ എന്തോരം പരിപാടികൾക്ക് എത്ര കോടി പൊട്ടിച്ചതാ. ഒരു ഉപകാരം ഉണ്ടായില്ല. ആ കാശുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ 4 തൊട്ട് കൂടുതൽ കിട്ടിയെന്നാണ് നാട്ടുകാർ പറയണത്. ആർക്കും മനസ്സിലാവാത്ത ഈ താത്വികാവലോകനൊക്കെ കഴിഞ്ഞെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഉള്ള കനല് അണയാണ്ട് നോക്കാം. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇന്ന് നാളെ കാണാം. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.